എല്ലാവരും സാധാരണ പോലെ ഗുരുകാരണവന്മാരെയും ഗുരുപരമ്പരയും കുലദേവതയും മാതാപിതരെ സ്മരിച്ച് അവർ നമസ്കരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നാമം ജപിച്ചുകൊണ്ട് ആരംഭിക്കാം. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോ ദേവത. ഓം നമഃ ശിവായ. 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 വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോ ദേവത. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ടമഹാകായ സൂര്യകോടിസമപ്രഭ. നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി. വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കെ എന്നുള്ളത്തിൽ വന്നു വിളയാടു സരസ്വതീ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ. തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തിരുന്നത് ആ ആചരണം നടത്താൻ വേണ്ടി എല്ലാവരും തയ്യാറാക്കാനുള്ള ഒരു ഭാഗം. ആചമനം തുടങ്ങിയ കാര്യങ്ങളാണ് എടുത്തത്. തുടർന്ന് ഒരു ലഘുവായിരിക്കുന്ന ഒരു ഗായത്രി യജ്ഞം വളരെ ലഘുവായിട്ട് ചെയ്യണം. കാരണം ഒരു യജ്ഞ സംസ്കാരം, ഒരു അഗ്നി സംസ്കാരം കഴിഞ്ഞിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. വൈദിക ക്രിയകൾ അങ്ങനെയാണ്. ഒരു അഗ്നി സംസ്കാരം ചെയ്യണം. അഗ്നിയുടെ ഗുണം എന്താ? അഗ്നിയെല്ലാം ശുദ്ധീകരിക്കുന്നതാണ്. അന്തരീക്ഷത്തെയും മനസ്സിനെയും എല്ലാം ശുദ്ധീകരിക്കുന്ന അഗ്നി. അപ്പൊ ഗായത്രി മന്ത്രം വളരെ ഭാവാത്മകമായ ഒരു അന്തരീക്ഷം, ചൈതന്യവത്തായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെ ചെയ്യാൻ. നാം ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ ധാരാളം പ്രതിലോമ ചൈതന്യം പല കാര്യങ്ങളുണ്ടോ. ഇതിനെ മാറാൻ ഗായത്രി മന്ത്രം നല്ലതാണ്. സുകൃതമുണ്ടാവാൻ ഗായത്രിയാണ് ജപിക്കുക. അതുകൊണ്ടാണ് ചെറിയൊരു ഗായത്രി യജ്ഞം. പ്രത്യേകിച്ച് നമ്മളിത് അനുവർത്തിക്കുന്ന വേൾഡ് ഗായത്രി പരിവാറിന്റെ കർമ്മകാണ്ഡ ഭാസ്കരനെ അനുവർത്തിച്ചാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ചെറിയ എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലാണ് ക്രിയകളൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ ഭാഗം ഹോമാചാരമാണ്. ഒരു ഗായത്രി ഹോമക്രിയ ചെയ്യും. ഇതുവരെയുള്ള പ്രിന്റഡ് നോട്ട് ഷെയർ ചെയ്യും. നിങ്ങളത് പ്രിന്റ് എടുത്ത് സൂക്ഷിച്ച് പറ്റുമെങ്കിൽ പകർത്തി എഴുതി സൂക്ഷിക്കണം. കാരണം നമുക്ക് സമൂഹത്തിൽ ഉപയോഗിക്കാനുള്ളതാണ്. ഈ ക്ലാസ്സിന് ഉദ്ദേശം തന്നെ വ്യക്തിപരമായ ഒരു ഉപയോഗം മാത്രമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് പുരോഹിതന്മാരെ സൃഷ്ടിക്കാനാണ്. നമ്മളെല്ലാവരും പുരോഹിതന്മാരാവണം.
ഹൈന്ദവ സമൂഹത്തിനെ പുരോഹിതൻ മുൻപോട്ട് കൊണ്ടുപോകുന്നവരാണ്. അപ്പൊ ഹൈന്ദവ സമൂഹത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആ നേതൃത്വ ഭാവം നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ചെയ്യാനല്ല, ചെയ്യിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. സ്വയം സാധാരണ ആധ്യാത്മിക ക്ലാസ് സ്വയം ചെയ്യാനാണ്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ചെയ്യിക്കാനാണ് പ്രധാനം. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പഠിക്കണം. കാരണം നമ്മൾ സ്വയം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വ്യത്യാസമുണ്ട്. അപ്പം പറഞ്ഞു കൊടുത്ത് ഒരു ആ രീതിയിൽ നമ്മൾ ചെയ്യാൻ പഠിക്കണം. ഒരു പറഞ്ഞു കൊടുത്ത ശേഷം അവർ ചെയ്യാനുള്ള രീതി കൃത്യമായിട്ട് അവർ വ്യക്തമായ രീതി അത് കുറേ പ്രാവശ്യം വായിച്ച് 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 പരിശീലിച്ചെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ പരിശീലിച്ച് തയ്യാറായി നിൽക്കണം. കാരണം സമൂഹം പ്രതീക്ഷിക്കുന്നു. ഹൈന്ദവ സമൂഹത്തിലെ ആചാരങ്ങൾ വേണം പ്രതീക്ഷിക്കുന്നു. ഏത് വീട്ടിലും കയറി ചെല്ലാവുന്ന സംസ്കാര ക്രിയകളിലൂടെ ഹൈന്ദവ സംസ്കാരം എല്ലാവരിലും എത്തിക്കാൻ പുരോഹിതന്മാർക്കാണ് പറ്റുക. ആധ്യാത്മികയേക്കാൾ, ഒരു പൂജാരിയേക്കാൾ ഒരുപക്ഷെ കൂലിപ്പാടി അപ്പുറത്ത് പുരോഹിതനോട് ചെല്ലാൻ വരും. കാരണം കുടുംബത്തിന്റെ കൗടുംബികമായ പ്രശ്നങ്ങൾ നേരിട്ട് ഇടപെടുന്ന പുരോഹിതന്മാരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധാപൂർവം നമ്മൾ ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി, ഒരു സാമൂഹ്യ ബോധത്തോടു കൂടി നമ്മളിത് സമീപിക്കാം. അതിന് പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് അടുത്ത ചടങ്ങ്, ഇതിൽ ക്ലാസ്സിന്റെ അടുത്ത ഭാഗം പുംസവന സംസ്കാരത്തിന് ക്രിയയാണ്. ലഘുവായ ക്രിയയുള്ളത്, വലിയ ക്രിയൊന്നുമല്ല. പുംസവന സംസ്കാരം ചെയ്യണം. ഗർഭകാലത്തിൽ രണ്ടാമത്തെ സംസ്കാരമാണ്. ആദ്യം ഗർഭാധാനമാണ്. സുഖകരമായ അന്തരീക്ഷത്തിൽ വെച്ച് ഗർഭാധാനം ഈശ്വരീയമായ ഒരു സങ്കല്പത്തോടു കൂടി ഗർഭാധാന ക്രിയ നടത്തിയ ശേഷം 3 മാസം ആയ 3-ാമത്തെ മാസത്തിലാണ് സാധാരണ ചെയ്യേണ്ടത്. ആ സമയത്ത് നാഡികളുടെ വളർച്ച പൂർത്തിയാകും. ഒരു സാധാരണ ഒരു മനുഷ്യ ശരീരം ഗർഭാവസ്ഥയിൽ 3 മാസം വരെ നാഡികൾ വളർച്ച ഉണ്ടാകും. നാഡികളെ കേന്ദ്രമാക്കിയിട്ടാണ് ശരീരം ഉണ്ടാകുന്നത്. നാഡികളുടെ വളർച്ച പൂർത്തിയാവുന്നത് 3-ാമത്തെ മാസത്തിലാണ്. 3 മാസം 4-ാം മാസത്തിലും ചെയ്യാം. 3 മാസത്തിന് അവസാനം ചെയ്താൽ മതി, അപ്പോഴേ നാഡി പൂർത്തിയാവും. പിന്നെ അല്ലെങ്കിൽ 4-ാമത്തെ മാസം ചെയ്യാം. കേരളത്തിൽ ഇതിന് പ്രത്യേകിച്ച് കേരളീയ രീതിയിൽ മുഹൂർത്തമൊക്കെ ചില പ്രത്യേക ദിവസങ്ങളിൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ കർമ്മകാണ്ഡ ഭാസ്കരാനുസരണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് സൗകര്യമുള്ള ഒരു ദിവസം സ്വസ്ഥമായിട്ട് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. കാരണം ഗായത്രി യജ്ഞം കഴിഞ്ഞ ശേഷമാണ് ചെയ്യുന്നത്. അന്തരീക്ഷത്തെയും ഈ കാലത്തെയൊക്കെ ശുദ്ധീകരിക്കുന്നതാണ് ഈ ഗായത്രി മന്ത്ര സാധന. അവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഗായത്രി യജ്ഞം ചെയ്യുന്നത് നല്ലതാണ്. എല്ലാവരും പങ്കെടുത്ത് ചെയ്യാവുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു വ്യക്തി പ്രത്യേകിച്ച് ഒരു ചെയ്യുക, ഒരാൾ ചെയ്യാൻ മരുന്ന് നോക്കി നിൽക്കുക, അങ്ങനെയല്ല രീതി. എല്ലാവരും ചെയ്യാം യജ്ഞമൊക്കെ. എന്നിട്ട് ഇതിനകത്ത് പുംസന കർമ്മത്തിലെ പ്രധാനപ്പെട്ട ക്രിയ പേരാൽമുട്ടിന്റെ പേരാലിന്റെ മുട്ടും അതേപോലെ മുട്ടെന്ന് തളിരായിട്ട് വരുന്ന വിടരാൻ പോകുന്ന മുട്ട്. ഗണപതി സാധാരണ മൃത്യുഞ്ജയഹോമത്തിന് ഉപയോഗിക്കുന്നതൊക്കെ പേരാൽ മുട്ടാണ്. അതുപോലെ തന്നെ ചിറ്റമൃതിന്റെ വേര്, ഇത് രണ്ടും എടുത്ത് കുറച്ചാണ്, ഒരു 5-6 എടുത്ത് നന്നായി ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കണം. ആ നീര് എടുക്കാൻ ഏറ്റവും എളുപ്പ വഴിയെന്ന് വെച്ചാൽ ഒരു തുണിയുടെ നല്ല വൃത്തിയുള്ള തുണി എടുക്കാം. ആ തുണിയിൽ ഇത് ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൽ വെക്കുക. അതിൽ വെച്ച് കിഴി കെട്ടിയിട്ട് അത് പിഴിഞ്ഞാൽ നീര് കിട്ടും. ആ രീതിയിലാണ് കേരളത്തിൽ സാധനം ചെയ്യാറ്. അപ്പോൾ ഒരു നല്ല തുണിയിൽ, വൃത്തിയുള്ള തുണിയിൽ, അത് അഴുക്കൊന്നും പാടില്ല, അത് നനച്ച് വൃത്തിയാക്കിയിട്ട് അതിനകത്ത് ഒരു നനഞ്ഞ തുണി ആയിക്കോട്ടെ, തുണി നനച്ചാൽ മതി. ചെറിയൊരു കൈപ്പിടി തുണിങ്ങൾ, വളരെ ചെറിയൊരു കിഴി, അതിനകത്ത് ഇടിച്ച ഈ പേരാൽമുട്ടും അതുപോലെ ചിറ്റമൃതിന്റെ വേരും ഇത് രണ്ടും അതിലിട്ട് ഇത് കിഴി കെട്ടി വെക്കണം. അത് വലത്ത് മൂക്കിലൂടെയാണ് ഒറ്റിച്ചു കൊടുക്കേണ്ടത്. ഗർഭിണിയുടെ വലത് മൂക്കിൽ ഒറ്റിച്ചു കൊടുക്കണം. എന്താ കാരണം? ഇത് ശരിക്കും ഒരു വാക്സിനേഷനാണ്. ചിറ്റമൃത് അമൃതവള്ളി എന്നാണ് അതിന് പറയുക. അമൃത തുല്യമാണത്, ഔഷധ വീര്യമുള്ളതാണ്. അതുപോലെ പേരാൻമുട്ടും ചില ചികിത്സകളിൽ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ പേരാൻമുട്ട അരച്ച് പാലിലരച്ച് കഴിക്കാനാണ് പറയുക വൈദ്യന്മാർ. അത് ഭയങ്കരമായിട്ട് ബീജശക്തി ഉണ്ടാക്കും, വളർച്ച ഉണ്ടാക്കും, കുറെ ഗുണങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ ഇത് രണ്ടും
ഔഷധങ്ങളാണ്, വിശേഷമായ ഔഷധങ്ങളാണ്. രോഗപ്രതിരോധ ശേഷിയുള്ളതാണ് ചിറ്റമൃതം. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടിനും പിഴിഞ്ഞ് നീര് ആവശ്യമാണ്. ഇത് ഗർഭിണിയുടെ വലത് മൂക്കിൽ ഉറ്റിച്ചു കൊടുക്കും. അതിനുശേഷം ബാക്കിയുള്ളത് അവരുടെ കയ്യിൽ കൊടുത്ത അന്ന് വൈകിട്ട് വരെ ഘ്രാണിക്കുക, അതിങ്ങനെ മണത്തുകൊണ്ടിരിക്കാം ആണ് ചെയ്തത്. ഈ ചടങ്ങിന്റെ പേര് ഔഷധ അവഘ്രാണനം എന്നാണ്. ഔഷധം മണപ്പിക്കുക, അവഘ്രാണിച്ച ഘ്രാണിക്കുക, മണപ്പിക്കുക, മണപ്പിക്കുക. കേട്ടല്ലോ. അപ്പൊ ഔഷധ അവഘ്രാണനം ആദ്യത്തെ ഈ പേര്. സാധാരണ ഗർഭിണിയെ ഒന്നുകിൽ കസേരയിൽ ഇരുന്ന് പുറകോട്ട് തല ചരിച്ച് വെച്ചാൽ മൂക്കിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ ഭർത്തൃമാതാവോ അല്ലെങ്കിൽ അവരുടെ മാതാവോ ആരെങ്കിലും ഒരു മാതൃതുല്യമായ ഒരാൾ അല്ലെങ്കിൽ ഭർത്താവ് മടിയിലേക്ക് വെച്ച്, തല മടിയിലേക്ക് വെച്ച് ഇത് ഒഴിച്ചു കൊടുക്കണം. മാതൃസ്ഥാനത്തുള്ളവരോ അല്ലെങ്കിൽ ഭർത്താവോ ഗർഭിണിയുടെ ശിരസ് തൻ്റെ മടിയിലേക്ക് ചരിച്ചു വെച്ച് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഒഴിക്കുക. അപ്പൊ ഒഴിക്കുന്ന സമയത്ത് ഭക്തിയും ശ്രദ്ധയും വേണം. അതെല്ലാവരും മന്ത്രം ജപിക്കണം. ആ സമയത്ത് പ്രത്യേകിച്ച് ഒഴിച്ചു കൊടുക്കുന്നവർ ജപിക്കണം, എല്ലാവരും ജപിക്കുന്നത് നല്ലതാണ്, സാമൂഹ്യമായിട്ട് ചെയ്യേണ്ടത്. കാരണം ഞാൻ പറയാം കേട്ടല്ലോ. അതിനുശേഷം ഔഷധത്തിലെ കിഴി ഗർഭിണിയെ കൈ കൊടുക്കാം, എന്നിട്ട് കാണിക്കാൻ വേണ്ടി നടക്കുക. വീട്ടിൽ മണത്തിരിക്കാം. അപ്പൊ ഔഷധ ഗുണം മുഴുവൻ കിട്ടുമല്ലോ എന്ന് കാര്യം. അപ്പോൾ മന്ത്രം മാത്രം പറയാം. ഒറ്റ മന്ത്രമേ ഉള്ളൂ എനിക്ക്. ഓം ആദ്യ സംപൃഥ പൃഥിവ്യേരസാച്ച വിശ്വകർമ്മണ സമവർത്തദാഗ്രേ തസ്യ തുഷ്ടാ വിദധത് രൂപമേതി തന്മർത്യസ്യ ദേവത്വമാജാനമഗ്രേ. ഓം ആദ്യ സംപൃഥ പൃഥിവ്യേരസാച്ച വിശ്വകർമ്മണ സമവർത്തദാഗ്രേ തസ്യ തുഷ്ടാ വിദധത് രൂപമേതി തന്മർത്യസ്യ ദേവത്വമാജാനമഗ്രേ എന്ന മന്ത്രമാണത്. അപ്പൊ കുഞ്ഞ് ഈശ്വരൻ തന്നെയാണ്. കാരണം ഭ്രൂണാവസ്ഥയിൽ പ്രസവിച്ച് 6 മാസം വരെയുള്ള കുഞ്ഞ് ഈശ്വര തുല്യമാണ്, ഈശ്വരൻ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കണം. ഒരു ഈശ്വരീയമായ സങ്കല്പത്തിലാണ് ഇത് ചെയ്യേണ്ടത്. കാരണം അതുകൊണ്ടാണ് ഈശ്വര തുല്യമായത്, ഈശ്വരൻ തന്നെ ആയതുകൊണ്ടാണ് 6 മാസം വരെ കുഞ്ഞുങ്ങളെ അമ്പലത്തിൽ കൊണ്ടുപോകാതിരിക്കാൻ കാരണം. 6ാമത്തെ മാസത്തിലാണ് ചോറൂണ് നൽകേണ്ടത്. ആ ചോറൂണിന് ശേഷം അമ്പലത്തിൽ കൊണ്ടുപോകുന്നു. അവനകത്ത് കൊണ്ടുപോകാൻ പാടുള്ളൂ. കാരണം അത് ഈശ്വരനാണ് ആ സങ്കല്പം. അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ക്രിയ. ഈ ക്രിയയാണ് പ്രധാനപ്പെട്ട ചടങ്ങ് ഇതിനകത്ത്. അപ്പൊ വലതു മുക്കിൽ ഒഴിക്കുന്ന സമയത്ത് ഈ ഔഷധം ചെല്ലുന്നത് നാഡികളിലാണ്. സാധാരണ അതിന് പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യന് ഈ സ്ഥൂല ശരീരമുണ്ട്. ആ സ്ഥൂല ശരീരത്തിന് മാത്രമല്ല, അതിന് ഊർജം എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരമാണ്. എന്ന് വെച്ചാൽ പ്രാണമയ കോശമാണ്, പ്രാണശരീരമാണ് ഒരു മനുഷ്യന്റെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഊർജം. പ്രാണൻ സഞ്ചരിക്കുന്ന നാഡികളിലൂടെയാണ്. ആ നാഡികൾ സഞ്ചരിക്കുന്ന പ്രാണൻ ആണ് മനുഷ്യന് ഊർജം എന്ന് പറയുന്നത്. എനർജി അതാണ്. ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പ്രാണനാണ് പോവുക, പിന്നെ അത് ജീവനില്ല. അപ്പോൾ പ്രാണശക്തി സഞ്ചരിക്കുന്ന നാഡികൾക്ക് പ്രാധാന്യമുണ്ട്. മാത്രമല്ല, പൂർവജന്മാർജിതമായ പാപം, നമ്മുടെ പൂർവികരോ ചെയ്ത പാപങ്ങൾ, അതായത് ഈ ജന്മം ചെയ്ത പാപങ്ങൾ പുണ്യങ്ങളും രണ്ടും അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് സൂക്ഷ്മ ശരീരത്തിലാണ്. ആ സൂക്ഷ്മ ശരീരം ശുദ്ധമാക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ജനിക്കുന്ന സമയത്ത് ആ പ്രാണശക്തി ഊർജം പ്രവഹിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ അതിനകത്ത് മന്ത്രവും ഔഷധവും നൽകിയിട്ട് അതിനെ ശുദ്ധീകരിക്കണം. അപ്പോൾ മന്ത്രം നൽകുന്ന ഔഷധം നൽകുന്നു, എന്നിട്ട് അതിനെ ശുദ്ധീകരിക്കണം. അപ്പൊ എന്താ പറ്റും? ആ കുഞ്ഞിന് ഭാവിയിൽ രോഗം വരാതിരിക്കാൻ ഏറ്റവും എളുപ്പം എന്താണ്? ആ സമയത്ത് വാക്സിനേഷൻ ചെയ്യുന്നതാണ്. ജനിച്ച ശേഷം നൽകുന്ന ഔഷധത്തേക്കാൾ നല്ലത് ഗർഭാവസ്ഥയിൽ ആ സൂക്ഷ്മ ചൈതന്യം മാത്രമേ പാടുള്ളൂ. ശരീരത്തിന്റെ സ്ഥൂലഭാവം വന്നിട്ടില്ല. ശരീരത്തിന് സ്ഥൂലഭാവം വന്നിട്ടില്ല. ശരീരത്തിന്റെ സൂക്ഷ്മ
ഓക്കെ, വേറെ കുറവാണ്. ശരീരത്തിന്റെ സൂക്ഷ്മ ശരീരം മാത്രമേ ഉള്ളൂ. അതിന് സ്ഥൂല ശരീരം വന്നിട്ടില്ല. അപ്പൊ അവിടെ ചികിത്സിക്കുന്നത് നല്ലത്. കാരണം രോഗം വരാൻ കാരണം പാപങ്ങളാണ്. ആ പാപം സൂക്ഷിച്ച് വെച്ച് സൂക്ഷ്മ ശരീരത്തിലാണ്. അതിനെ നേരിട്ട് നമ്മൾ ഇടപെടുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഔഷധവും മന്ത്രവും നൽകുന്നത്. ഇതാണ് പുംസവന സംസ്കാരം. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് വളരെ പ്രാധാന്യമുണ്ട്. എനിക്ക് അനുഭവം, വേറെ അനുഭവം ഞാൻ പറയാം, നിങ്ങൾ ഇൻഫർമേഷൻ വേണ്ടി ഇത് പഠിക്കാൻ നിങ്ങൾക്ക്. ഒരു എൻ്റെ സുഹൃത്ത്, അതിന് എൻ്റെ ഒരു മകളുണ്ട്. അവർക്ക് 2 കുട്ടികളാണ്. അത് 2 പെൺകുട്ടികളാണ്. അത് ജനിച്ചു പോയി. 3ാമത് ഗർഭം ധരിച്ചു. പ്രായം കുറവാണ്. ഇന്നത്തെ പൊതുവെ ഹിന്ദുവിന്റെ ദുരവസ്ഥ, 2 കുട്ടികൾ കൂടുതലുണ്ടെങ്കിൽ എന്തൊരു പാപം ചെയ്ത പോലെ. അവ 3ാമത്തെ കുട്ടി അതും പെൺകുട്ടിയായാലോ എന്നൊരു പ്രശ്നം. സ്വാഭാവികമായിട്ട് ആധുനിക കാലഘട്ടത്തിലെ ഒരു സ്വഭാവം അനുസരിച്ച് അവർ മഹാപാപം ചെയ്യാൻ തീരുമാനിച്ചു. ആ ഭ്രൂണത്തെ മുൻപോട്ട് കൊണ്ടുപോകേണ്ട എന്നവർ തീരുമാനിച്ചു. അവർ അച്ഛന് ഭയങ്കര വിഷമായി. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 2 പെൺകുട്ടികൾ, 3 പെൺകുട്ടി എങ്ങനെ ഉണ്ടാവും? 3 പെൺകുട്ടികൾ വളരെ സുഖമായിരിക്കും. കാരണം 3 പെൺകുട്ടികളുണ്ടെങ്കിൽ അത്രയും ഊർജ്ജം നമുക്കുണ്ടാവും എന്ന് മനസ്സിലാവാതെ തല തിരിച്ചാണ് ഇപ്പൊ നമ്മൾ ആൾക്കാർ ചിന്തിക്കാറ്. മനസ്സിലായല്ലോ? ഏറ്റവും നല്ല സമ്പത്ത് മനുഷ്യ സമ്പത്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി സാമാന്യ ഹിന്ദുവിൽ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അതിന്റെ ഫലമായിട്ട് എളുപ്പമാണ് സംഗതി. കാരണം മിക്കവാറും ധാരാളം ദമ്പതികൾ ചെയ്യുന്നതാണ്. ലോകത്തിലെ മഹാപാപങ്ങളിൽ ഒന്ന്, പഞ്ചപാപങ്ങളിൽ ഭ്രൂണഹത്യയാണ് എന്ന് മനസ്സിലാക്കണം. ബ്രഹ്മഹത്യക്ക് തുല്യമാണ് ഭ്രൂണഹത്യ. കാരണം ബ്രാഹ്മണന് കൊന്നാലുള്ള പാപം പറഞ്ഞിട്ടുണ്ട്. ഇത് ഈശ്വരനെ തന്നെ നശിപ്പിക്കുകയാണ്. അതെ, അവതരിക്കാൻ ഈശ്വരനെ നശിപ്പിക്കുകയാണ് ഭ്രൂണഹത്യ എന്ന് പറയുന്നത്. അത്ര മഹാപാപമാണ്. അവരെ തീരുമാനിച്ചു. അപ്പൊ ഞങ്ങൾക്ക് വിഷമായി. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു? അവർ സമാധാനിപ്പിക്കാം. പോയിട്ട് ഒരു പ്രശ്നം വെച്ചു. ജോസിനെ കണ്ടു. ജോസിൻ പറഞ്ഞു, ഇവർക്ക് പെൺകുട്ടികൾ ഉണ്ടാവാനേ യോഗമുള്ളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. ആകെ തീരുമാനമായില്ലേ. പിന്നെ അച്ഛൻ അവരെ സമാധാനം നിർത്തിയില്ല. അപ്പൊ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ ഞാൻ എൻ്റെ വേറെ സുഹൃത്തുണ്ട്, അദ്ദേഹം കുറെ പാരമ്പര്യമായിട്ട് പൂജ ചെയ്യുന്ന ആൾ. എന്നിട്ട് സംസാരിച്ച ആൾ പറഞ്ഞു, ഒരു വഴിയുണ്ട്. 3ാമത്തെ മാസം തികയുന്നതിന് മുമ്പേ കദളിവാഴയുടെ ഇലയിൽ ശുദ്ധമായ വെണ്ണ പരത്തി അതിനകത്ത് വിഷ്ണുവിന്റെ യന്ത്രം വരച്ച് അവിടെ പുരുഷ സൂക്തം ജപിച്ച് സിദ്ധി വരുത്തുക. 108 പ്രാവശ്യം പുരുഷൻ ജപിച്ച് ആ നെയ്യ് കൊടുത്താൽ ആൺകുട്ടിയാവുമെന്ന് പറഞ്ഞു. മനസ്സിലായി പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ വഴിയുണ്ട്, അനുഭവത്തിലുള്ള പാരമ്പര്യ അനുഭവമുള്ള ഒരാളാ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം സമാധാനം ഇത് ചെയ്യിക്കാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ചെയ്യാൻ തീരുമാനിച്ചു. പൂർണ്ണമായ വിശ്വാസമില്ലെങ്കിലും അവരത് വഴിപ്പെട്ടു ഈശ്വരാധീനം കൊണ്ട്. നമുക്കറിയോ ഒരു കാര്യം ഉറപ്പു, ആൺകുട്ടിയായി. മനസ്സിലായല്ലോ? എല്ലാവരും പറഞ്ഞ പെൺകുട്ടിയാവുന്ന ആൺകുട്ടിയായി. ഒരിക്കല് ഇതുപോലെ എൻ്റെ വേറെ അറിയുന്ന ഒരാൾ, ഞാനന്ന് വേറെ ആളുടെ കൂടെ പൂജയ്ക്ക് പോവാം. കുറുപ്പേട്ടൻ്റെ കൂടെ പൂജയ്ക്ക് പോകാനുണ്ട്. കുറുപ്പേട്ടൻ എടുത്തു വന്നു. അത് പറഞ്ഞു, 3 മാസം ആവുന്നേ ഉള്ളൂ. ആ സമയത്ത് 3 മാസം എനിക്ക് ഗർഭകാലം എപ്പോഴാണ് എനിക്ക് ഓർമ്മയില്ല. ആ സമയത്ത് ആ കുട്ടിക്ക്, അവർ ഗർഭാവസ്ഥയിലെ കുട്ടിക്ക് ഒരു വലിയൊരു വൈകല്യമുണ്ട്, തലയൊരു വൈകല്യമുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താ വലിയ പ്രശ്നമാണ്. അപ്പൊ ഒരു ജോസിനെ പോയി കണ്ടു. ഇത് എന്ത് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ എളുപ്പം പറഞ്ഞതാ, ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ട ഡോക്ടർ പറഞ്ഞു. അവർ ജോസിനെ കണ്ടു. പ്രശ്നം ജോസിന്റെ കോഴിക്കോട്ടെ അയാൾ മരിച്ചുപോയി. അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇതിന് ഒരു ഹോമം ചെയ്യാം. അത് ചില ഹോമവിധികളൊക്കെ പറഞ്ഞു കൊണ്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ ഹോമവിധികൾ അനുസരിച്ച് ഹോമൊക്കെ ചെയ്ത് കൊടുത്ത് അതിന്റെ നെയ്യ് സമ്പാദം അത് കഴിക്കാൻ കൊടുക്കാൻ സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ തലയ്ക്കൊരു മുഴയുണ്ട്, വേറെ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല.
ആ കുട്ടി ഇപ്പോൾ കോളേജൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഇപ്പം ജോലി ഓൾമോസ്റ്റ് ജോലി ഉണ്ടാവും. മനസ്സിലായാലും കുഴപ്പമുണ്ടായിരുന്നു. സ്കാനിങ് റിപ്പോർട്ട് ഇതാണ്. ഇതിൽ ഇഷ്ടംപോലെ അനുഭവമുണ്ട് നമുക്ക്. ഇതൊക്കെ 3 മാസം ആ സമയത്ത് ഗർഭകാലത്ത് ചെയ്യുന്ന ചില ക്രിയകൾ വളരെ ഫലപ്രദമാണ്. ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ, ഏത് സ്വഭാവത്തിലെ കുട്ടികൾ വേണം എന്ന് പോലും നമുക്ക് തീരുമാനിക്കാം. അതനുസരിച്ച് ദിവസം, ഔഷധം ഇതൊക്കെ നിശ്ചയിക്കണം. ചില പ്രത്യേക രീതിയിൽ ഔഷധങ്ങൾ കൂടി ചേർത്ത ആഹാരം കൊടുത്താൽ ആ കുട്ടി ഗംഭീരവും ആ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ. അപ്പൊ കുട്ടികളെ സൃഷ്ടിക്കാൻ കഴിയും ഭാരതീയ സംസ്കാരത്തിൽ. നാം ആഗ്രഹിക്കുന്ന രീതി സൃഷ്ടിക്കാൻ കഴിയും. ഒരു ആക്സിഡന്റ് ഒന്നുമല്ല, അങ്ങനെ ഒരു യോഗവും വിധിയൊന്നും അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഈ ക്രിയക്ക് വളരെ ഫലപ്രദമാണിത്. അതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകാൻ പ്രസവിച്ച ശേഷമുള്ള വാക്സിനേഷൻ ചെയ്യുന്നതിന് നല്ലത് ഗർഭാവസ്ഥയിൽ 3-ാമത്തെ മാസത്തിൽ ഈ ക്രിയ ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് അനുഭവം ഉണ്ടാവും. ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് ഗർഭപൂജ, ഗർഭത്തെ പൂജിക്കണം. എന്താ ചെയ്യേണ്ടത്? കാരണം ഒരു വീട്ടിലേക്ക് ഒരു ഈശ്വരന് അവതരിക്കാൻ പോവാണ്. ഒരു ഈശ്വരൻ അവതരിക്കുന്ന പൂജ, ഒരു ഈശ്വരനാണ് പൂജ ചെയ്യുമല്ലോ. അപ്പൊ ഈ കുട്ടി ഇപ്പൊ ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനും ജനിച്ചത് അച്ഛനും അമ്മയും മക്കളായിട്ടാണ്. മനസ്സിലായി? അച്ഛനും മക്കളാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. അപ്പൊ അതുപോലെ വളരെ പവിത്രമായ ഈശ്വരീയമായ സങ്കല്പത്തിൽ വേണം ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ. ആ കുടുംബത്തിലെ അന്തരീക്ഷം അതുപോലെ ശുദ്ധമായിരിക്കണം. ഒരു വിശേഷ വ്യക്തി വരുന്ന സമയത്ത് നമ്മൾ എത്ര തയ്യാറെടുക്കും? വീടൊക്കെ ശുദ്ധിയാക്കി ശുദ്ധീകരിച്ച് വളരെ ഭാവാത്മക ഒരു അന്തരീക്ഷം ഉണ്ടാക്കുമല്ലോ. ഇതേ അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കണം കേട്ടല്ലോ. ഗർഭപൂജനം എന്ന് പറഞ്ഞ ക്രിയയുണ്ട്. ഗർഭപൂജനത്തിനായി ഗർഭിണിയുടെ വീട്ടിലെയും കുടുംബങ്ങളെയും സന്നിഹിതരായ എല്ലാവരുടെയും കയ്യിൽ പുഷ്പാക്ഷരം കൊടുക്കാം, പുഷ്പവും അക്ഷരവും കൊടുക്കാം കേട്ടോ. എല്ലാവരും തൊഴുതു പിടിച്ചുകൊണ്ട് ഗർഭസ്ഥ ശിശുവിന്റെ ആയുരാരോഗ്യവും സർവൈശ്വര്യവും ഈശ്വരാനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സമയത്ത് ഗർഭിണി പ്രാർത്ഥനാപൂർവം ഇരിക്കുക. തുടർന്ന് മന്ത്രം ചൊല്ലുക. ഓം സുപർണോസി ഗുരുത്മാസ്ത്രീവൃത്തേ ശിരോ ഗായത്രം ചക്ഷുർബൃഹദ്രഥന്തരേ പക്ഷൗ സ്തോമ ആത്മാ ഛന്ദാംസി അംഗാനി യജുംഷി നാമ സാമതേ തനുർവാമദേവ്യം യജ്ഞായജ്ഞിയം പുച്ഛം ധിഷ്ണയാ ശഫാ സുപർണോസി ഗുരുത്മാൻ ദിവം ഗച്ഛസ്വപത എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഈ പുഷ്പം കയ്യിൽ പിടിച്ച് എല്ലാവരും ഭക്തിപൂർവ്വം ജപിച്ച് മന്ത്രാവസാനം എല്ലാവരും കയ്യിലുള്ള പുഷ്പാക്ഷതങ്ങൾ ഒരു ചെറിയ താലത്തിലേക്ക് സ്വീകരിക്കുക. ഒരു ചെറിയ താലം എടുത്ത് ഈ പുഷ്പം സ്വീകരിക്കാം. എന്നിട്ട് ഗർഭിണിയുടെ കയ്യിലുള്ള പുഷ്പാതിലേക്ക് സ്വീകരിച്ച് ഗർഭിണി അത് ആ ഗർഭസ്ഥ ശിശുവിന് സമർപ്പിക്കുന്നു എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥിച്ച് ആ വയറിലേക്ക് സമർപ്പിക്കാം. കേട്ടല്ലോ? താഴെ വയ്ക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഗർഭസ്ഥ ശിശുവിനെ എല്ലാവരും പൂജിക്കണം, ഗർഭിണിയും പൂജിക്കണം. അങ്ങനെ മന്ത്രം വളരെ എളുപ്പമുള്ള ചെറിയൊരു മന്ത്രം. ഇത് ചൊല്ലാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി ചൊല്ലിച്ചില്ല, നമുക്ക് നോക്കി ചൊല്ലിയാൽ മതി. ആരും നീ കാണാതെ പഠിക്കൊന്നും വേണ്ട. ഓം സുപർണോസി ഗുരുത്മാ സ്ത്രീവൃത്തേ ശിരോ ഗായത്രം ചക്ഷുർ ബൃഹദ്രഥന്തരേ പക്ഷൗ സ്തോമ ആത്മാ ഛന്ദാംസി അംഗാനി യജുംഷി നാമ സാമതേ തനുർ വാമദേവ്യം യജ്ഞായജ്ഞിയം പുച്ഛം ധിഷ്ണയാ ശഫാ സുപർണോസി ഗുരുത്മാൻ ഇവം ഗച്ഛസ്വപദം എന്നാണ് ഈ മന്ത്രം. എന്നിട്ടാണ് മന്ത്രം ഗർഭസ്ഥ ശിശുവിനെ പൂജിക്കാൻ ഉപയോഗിക്കുക. ഗർഭിണി തന്നെയാണ് പൂജിക്കേണ്ടത്. അപ്പൊ എല്ലാവരും തളികയിലേക്ക് സ്വീകരിച്ച് ആ ഗർഭിണിയുടെ കൈ കൊടുക്കുക. ഗർഭിണി അവളുടെ കയ്യിലുള്ള പുഷ്പം കൂടി ഇട്ട് നേരെ അത് ശിരസിൽ വെച്ച ശേഷം, ശിരസിൽ നെറ്റിയിൽ കാണിച്ച ശേഷം ആ ഗർഭാവസ്ഥയിലേക്ക് സമർപ്പിക്കാം. അതാണ് വേണ്ടത്. പിന്നെ ആ കുടുംബാംഗ അന്തരീക്ഷത്തിൽ എല്ലാവരും ഗർഭസ്ഥ സ്വീകരിക്കണം. അതാണ് ഉറപ്പ് നൽകുന്ന ഒരു ചടങ്ങ്. അസ്വസ്ഥത എന്നാണ് അതിന്, അസ്വസ്ഥത എന്നാണ് അതിന് ഹിന്ദിയിൽ കൊടുത്ത പേര്. അപ്പൊ ഗർഭിണി തന്റെ വലതുകൈ ഗർഭശിശുവിന് വയറിലേക്ക് തൊടുക.
ബാക്കി എല്ലാവരും കൈ അങ്ങോട്ട് നീട്ടി വെക്കാം. ഇതിന്റെ പുറമെ നിന്ന് കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് പറയാം, ഈ മന്ത്രം പറയാം. ഗർഭിണി തന്റെ വലതു കൈ ഉദരത്തിൽ വയ്ക്കുക. ഭർത്താവ് ഉൾപ്പെടെ സകല കുടുംബാംഗങ്ങളും തങ്ങളുടെ വലത് കൈ ഗർഭിണിക്ക് നേരെ ഉയർത്തിപ്പിടിക്കുക. ഗർഭിണി ഗർഭസ്ഥ ശിശുവിന് ഉറപ്പു നൽകുകയാണെന്ന് സങ്കല്പിക്കുക. കുടുംബാംഗങ്ങളെല്ലാം ഗർഭിണിക്ക് പരിപൂർണമായ സഹകരണം ഉറപ്പു നൽകുന്നു എന്ന് സങ്കല്പത്തോടെ മറ്റുള്ളവരും പ്രാർത്ഥിക്കുക. അങ്ങനെ കൈക്ക് നീട്ടിവെച്ച് ഈ മന്ത്രം ജപിക്കണം എല്ലാവരും. കാരണം എല്ലാവരും ഒരേപോലെ ആ ഗർഭിണിക്കുള്ള അന്തരീക്ഷം, ഗർഭസ്ഥ ശിശുവിനെ സ്വീകരിക്കുന്നു. ആ കുടുംബം ഏറ്റവും പ്രാധാന്യം ആർക്കാണ് ആ സമയത്ത്? ഗർഭിണിക്കാണ്. കാരണം എല്ലാവരിലും ഈശ്വര ചൈതന്യമുണ്ട്. ആ കുഞ്ഞിന്റെ ഉള്ളിലും ഈശ്വര ചൈതന്യമുണ്ട്. ആ ഈശ്വരനെ തൻ്റെ ഉള്ളിൽ വഹിക്കാനുള്ളത് അമ്മയ്ക്കാണ്. നാം ക്ഷേത്രത്തിൽ പോയാൽ അവിടുത്തെ ഗർഭഗൃഹത്തെ, അതിന് ഗർഭഗൃഹം എന്നാ പറയുന്നത്, ശ്രീകോവിലിന്റെ പേര് ഗർഭഗൃഹം എന്നാ പേര്. ആ ഗർഭഗൃഹത്തെ നമ്മൾ ആരാധിക്കുക, അവിടെ പ്രാർത്ഥിക്കാം. ഇതേപോലെ ഓരോ വീട്ടിലുമുള്ള ഈശ്വര ചൈതന്യം കുടികൊള്ളുന്ന സ്ഥലമാണ് ആ ഗർഭാവസ്ഥ. അതുകൊണ്ട് വളരെ പവിത്രമായൊരു സ്ഥാനം, ഒരു അംഗീകാരം ആ സ്ത്രീക്ക് കൊടുക്കണം. ഒരു ഈശ്വര തുല്യമാണ് ഗർഭിണിയായ സ്ത്രീ. ഇപ്പോഴത്തെ സങ്കല്പം എന്താ? പേഷ്യൻ്റാണ്, രോഗിയാണ്. ഗർഭമായിക്കാൻ ഏത് ഡോക്ടറെ കാണാമെന്ന് ചോദിക്കാം. ഉടനെ ആ പേഷ്യൻ്റ് ആക്കി. അവരുടെ ആശുപത്രിയിലെ ലിസ്റ്റിലെ പേഷ്യൻ്റിൻ്റെ നമ്പറാണ് അവർക്ക്, അല്ലേ? പേഷ്യൻ്റ് അല്ലേ, രോഗിയല്ല. അത് ഈശ്വര തുല്യമാണ്, സങ്കല്പമാണത്. അപ്പൊ അങ്ങനെ കൈ നീട്ടിപ്പിടിച്ചിട്ട് പറയണം: ഓം യത്തേ സുഷീമേ ഹൃദയേ ഹിതമന്ത പ്രജാപതൗ മന്യേഹം മാം തദ്വിദ്വാസമാഹം പൗത്രം അഖന്യാം. ഓം യത്തേ സുഷീമേ ഹൃദയേ ഹിതമന്ത പ്രജാപതൗ മന്യേഹം മാം തദ്വിദ്വാസമാഹം പൗത്രമഖന്യാം എന്ന മന്ത്രം ജപിക്കാം. വളരെ മനോഹരം. അതെല്ലാവരും ഒരു പ്രതിജ്ഞ ചെയ്യാം: ആ കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. അത് മനോഹരമായ അന്തരീക്ഷം സൃഷ്ടിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആ വീട്ടിൽ അനുകൂലമായ ചൈതന്യം നിലനിർത്തണം. ബഹളം ഉണ്ടാവാൻ പാടില്ല. വിശേഷ വ്യക്തി വരാൻ പോവാണ്. പരസ്പരമുള്ള കലഹങ്ങളും എല്ലാം മാറ്റിവെച്ച് വളരെ സുഖകരമായിരിക്കുന്ന, ഭാവാത്മകമായിരിക്കുന്ന ഈശ്വര ചൈതന്യം നിറഞ്ഞൊരു അന്തരീക്ഷം വേണം. ധാരാളം നാമം ജപിക്കുന്ന നല്ലതാണ്. ഗർഭാവസ്ഥയിൽ ഏതെങ്കിലും ഒരു മന്ത്രം ഉപദേശം വാങ്ങിയിട്ട് ആ ഗർഭിണി ധാരാളം സമയത്ത് മന്ത്രം ജപിക്കുന്ന നല്ലതാണ്. ചുരുങ്ങി ഏറ്റവും ഗായത്രി ജപിക്കാം. പഞ്ചാക്ഷരി ജപിച്ചാൽ പോലും നല്ലതാണ്. ഓം നമഃശിവായ മന്ത്രം, ഓം നമോ നാരായണ, ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് ആ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്ക് വളരെ അനുകൂലമാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, അനുഭവത്തിനെ വിളിച്ച് പറയാൻ കഴിയും: ഈ തരം സംസ്കാരക്രിയകളും അതുപോലെ നാമവും ജപിച്ച മന്ത്രജപത്തോടു കൂടി ചേർന്ന് ഉണ്ടാകുന്ന കുട്ടികൾ അതിബുദ്ധിമാന്മാരും കഴിവുള്ളവരെയായിരിക്കും. ഞാൻ സാധാരണ പല ആളുകൾക്കും പറഞ്ഞിട്ടുണ്ട്, ഇത്തരം ക്രിയ ചെയ്യും പറയും, കുട്ടികൾ നല്ല വികൃത മക്കളുണ്ടാവും പറയും. എല്ലാം നല്ല വികൃതിയുള്ള പിള്ളേരാണ്. എന്താ കാരണം? ബുദ്ധിയുള്ളവരാ വികൃതി കാണിക്കുക. ബുദ്ധിയില്ലാതെ വികൃതി കാണിക്കില്ല. മന്ദബുദ്ധികളല്ല അവർ എക്സ്ട്രാ ബുദ്ധി അവർക്കുണ്ടാവും. അപ്പൊ വളരെ സ്മാർട്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അമ്മയെ കണ്ടു, സംസ്കൃതം പഠിച്ചുകൊണ്ടിരിക്കുക, സംസ്കൃതം PhD ചെയ്യുക. അവർ ഗർഭാവസ്ഥയിൽ വന്ന് അവരുടെ ഒരു ആയുർവേദ ഡോക്ടറാണ്, എനിക്ക് പരിചയമുള്ളവരാണ്. അവർ പറഞ്ഞു സംസ്കാരമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ വന്ന് ചെയ്തു കൊടുത്തു. അപ്പം ഞാൻ അവരെ കണ്ടിരുന്നു. ഞാൻ അവർക്ക് ക്രിയകൾ മുഴുവൻ പുംസവും സീമന്തവും എനിക്ക് ചെയ്തു കൊടുത്തു. കുട്ടി ജനിച്ചു. കുറച്ച് കഴിഞ്ഞ് നവരാത്രി കാലത്ത് ഞാൻ അവരുടെ പരിപാടിയിൽ ഞാൻ കണ്ട സമയത്ത് ആ കുട്ടി ഓടി നടക്കാം. എന്നോട് അവർ പറയുക, അത് വിശ്വട്ട് അന്ന് പറഞ്ഞ പോലെ സാഹചര്യ ഒരു രക്ഷയില്ലാന്ന്. മനസ്സിലായല്ലോ? അത്രയും സ്മാർട്ടായ കുട്ടികൾ എല്ലാവരും അതിബുദ്ധിമാന്മാരും അതികഴിവുള്ളവരെയായിരിക്കും. എന്നാൽ ഉറപ്പാണ്. അതുകൊണ്ട് അതാ വേണ്ടത്. കാരണം മന്ദബുദ്ധികളിൽ നിഷ്ക്രിയരായിരിക്കുന്ന ആളുകളല്ല, വളരെ സജീവമായി നിൽക്കുന്ന സന്താനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മനസ്സ് കേട്ടല്ലോ. എന്നിട്ട് അതിനുശേഷം ഒരു അപ്പോൾ ആ ഹോമക്രിയ പൂർത്തിയായിട്ടില്ല. ഹോമക്രിയ പൂർത്തിയാക്കണം. ഈ ക്രിയ എത്രയേ ഉള്ളൂ. സംസ്കാരത്തിൽ ഈ 3 മന്ത്രങ്ങളുള്ളത്. ആ 3 ചെയ്യാവുന്ന വിഷയമാണ്. അതിനുശേഷം ഹോമം പൂർത്തിയാക്കണം.
പ്രായശ്ചിത്താഹുതി. സ്രോത്തിൽ നെയ്യെടുത്ത് മന്ത്രം ജപിച്ച ശേഷം ഹോമിക്കാം. എന്ത്? ഓം യദസ്യ കർമ്മണോത്യരീരിച്ചം യദ്വാ ന്യൂനം ഇഹമാകരം അഗ്നിഷ്ട ശിഷ്ടകൃത് വിദ്വാൻ സർവാംശിഷ്ടം സുഹൃതം കരോതു മേ അഗ്നയെ ശിഷ്ടകൃതേ സുഹൃതം ഹുതേ സർവപ്രായശ്ചിത്താഹുതീനാം കാമാനാം സമർത്ഥയിത്രേ സർവാന്ന കാമാൻ സമർത്ഥയ സ്വാഹ എന്ന ഹോമം ചെയ്യണം. ശിഷ്ടകൃത് ഹോമം എന്നാണ് പറയുക. അപ്പോൾ ഒരു യദസ്യ കർമ്മണോത്യരീചം യദ്വാ ന്യൂനമിഹാകരം അഗ്നിഷ്ട ശിഷ്ടകൃത് വിദ്വാൻ സർവാംശിഷ്ടം സുഹൃതം കരോതു മേ അഗ്നയെ ശിഷ്ടകൃതേ സുഹൃത്തഹുതേ സർവപ്രായശ്ചിത്താഹൂതീനാം കാമാനാം സമർത്ഥയിത്രേ സർവാന്ന കാമാൻ സമർത്ഥയ സ്വാഹ എന്നൊരു പ്രാവശ്യം ഹോമിക്കണം. സാധാരണ അത് ഉത്തരേന്ത്യയിലൊക്കെ അത് മധുരമുള്ള അഞ്ച് വസ്തുക്കളെ ഹോമിക്കാറ്, മധുര പലഹാരങ്ങളാണ് ഹോമിക്കാറ്. എന്തെങ്കിലും ഇടുക, അത്തരം കാര്യങ്ങളെ പായസം ഹോമിക്കാം. ആ സമയത്ത് പൂർണ്ണാഹുതി എല്ലാവരും ഓരോ മുള്ള ഹോമദ്രവ്യം എടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ ഹോമദ്രവ്യത്തിന് വേണ്ടിയിട്ട് എള്ള് ഹോമിക്കാം, അതല്ലെങ്കിൽ നമ്മൾ നാളികേരം നല്ലൊരു മധുരമൊക്കെ എടുക്കാം. അത് ഈ ഹോമദ്രവ്യം തന്നെ വാങ്ങിക്കാൻ കിട്ടും. അത് എൻ്റെ എല്ലാവരും ഹോമിക്കണം. ഇപ്പം നെയ്യ് ഹോമിച്ച വ്യക്തി ഒരു തലച്ച ഹോമം ഉണ്ടാവില്ല, ആ നെയ്യും കൂടി ബാക്കിയുള്ള നെയ്യും കൂടി എടുത്ത് എല്ലാ ഹോമദ്രവ്യങ്ങളും നെയ്യും ചേർത്തെടുക്കുക. മന്ത്രം ജപിച്ചതിന് ശേഷം ഹോമിക്കുക. എല്ലാവരും ഒന്നിച്ച് ഓം പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ ഓം പൂർണ്ണാതിർവി പരാപദ സുപർണ പുനരാപദ വസ്നേവ വിക്രീണാവഹ ഇഷമൂർജശ്ച ശതക്രതോ സ്വാഹ ഓം സർവൈവ പൂർണ്ണശ്ച സ്വാഹ എന്ന പൂർണ്ണാഹുതി എല്ലാം ഒന്നിച്ചങ്ങ് ഹോമിക്കണം. ബാക്കിയുള്ള വസ്തുക്കൾ മുഴുവൻ അങ്ങോട്ട് ഹോമിക്കാം. ചമതയോ നെയ്യോ എന്തുണ്ടെങ്കിൽ വസ്തുക്കൾ ഹോമിക്കാം. ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ കർപ്പൂരം കത്തിച്ച് ഒഴിയണം. മംഗളശ്ലോകം ചൊല്ലി ആശീർവദിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും മംഗളശ്ലോകം എല്ലാവരും ചൊല്ലണം. ചൊല്ലണം. കർപ്പൂരം കത്തിച്ച് ഒഴിഞ്ഞ് എല്ലാവർക്കും കൊടുക്കാം. ഒരു ഹോമത്തിന്റെ ഭാഗം എന്നുള്ളതിനായിരിക്കും. ഓം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം. ഇതെല്ലാവരും ഒന്നിച്ച് ചൊല്ലി നല്ലതാണ്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹീശ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്നുയാത് സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു സർവേഷാം മംഗളം ഭവതു. ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി 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 എന്ന് ക്രിയയിൽ അവസാനിപ്പിക്കും. ഇനി അടുത്തത് ശ്രീമന്തോന്നയന സംസ്കാരമാണ്. വലതുമൂക്കിലൂടെ സംസ്കരിക്കും. വലതുമുക്കിൽ ഒഴിക്കണം. വലതുമൂക്കിൽ എത്ര പ്രാവശ്യം എന്നുള്ളത്? രണ്ടോ മൂന്നോ തുള്ളി ഒഴിച്ചാൽ അതി ഒഴിക്കണ്ട. അതി ഒഴിക്കാൻ പറ്റില്ല. മനസ്സിലാവും, മൂക്കിലൂടെ അല്ലേ. ഒരു 3-4 തുള്ളി ഒഴിച്ചാൽ മതി. പിന്നെ അത് കയ്യിൽ ഘ്രാണിക്കാൻ കൊടുത്താൽ മതി. അപ്പോൾ വൈകിട്ട് വരെ അവർ ഉണങ്ങുന്നവരെ ഘ്രാണിക്കാം. പിന്നെ ഈ മന്ത്രങ്ങളുടെ അർത്ഥം എങ്ങനെ അറിയാൻ പറ്റും? ഈ ചെയ്യൂ, അർത്ഥമൊക്കെ പിന്നീട് പറയാം കേട്ടോ. അർത്ഥാവശ്യമില്ല. മന്ത്രത്തിന്റെ പ്രാധാന്യം ശബ്ദത്തിനാണ് പ്രാധാന്യം. ആ മന്ത്രമായതുകൊണ്ട് അതിന് ശബ്ദത്തിന് അതിനർത്ഥം അല്ല വിഷയം, ശബ്ദമാണ് പ്രധാനം. മന്ത്രത്തിന് അതാണ് പ്രത്യേകത. മന്ത്രസ്പന്ദനമാണ്, അക്ഷരങ്ങളാണ് അവിടെ പ്രാധാന്യം, അതിൻ്റെ ആശയമല്ല പ്രധാനം. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അർത്ഥം അറിഞ്ഞല്ല മന്ത്രം ജപിക്കേണ്ടത്, മന്ത്രം ചൊല്ലുക. അതുകൊണ്ട് പണ്ട് കാലത്ത് വേദമന്ത്രങ്ങൾ ചൊല്ലി പഠിപ്പിക്കുകയാണ് ചെയ്യുക.
അർത്ഥം പ്രസക്തമേ അല്ല. ഓം നമോ നാരായണായ എന്ന് പറയുമ്പോൾ ആ മന്ത്രത്തിന്റെ സ്പന്ദനത്തിലാണ് പ്രാധാന്യം. ഇതുപോലെ ഏത് മന്ത്രമാണോ അതിന്റെ മന്ത്രസ്പന്ദനത്തിലാണ് പ്രാധാന്യം. അത് മനസ്സ് ചൊല്ലിയാൽ മതി. ആ ഗുണം അതുകൊണ്ട് ലഭിക്കും. ഇത് കാരണം പുത്രൻ ഉണ്ടാവുന്നതിന് വേണ്ടി കദളിവാഴ ഇലയില് വെണ്ണ പുരട്ടി എന്ത് ചെയ്യുന്നത്? അത് ഓഡിയോ കട്ടായി, ഞാൻ മുഴുവൻ കേട്ടില്ല. കതിരവാഴ ഇലയില് ആ. വെണ്ണ പുരട്ടിയിട്ട് അതില് പുരുഷസൂക്ത യന്ത്രം അല്ലെങ്കിൽ വിഷ്ണുവിന്റെ യന്ത്രം വരച്ച് ആ യന്ത്രത്തിനകത്ത് പുരുഷസൂക്തം തൊട്ട് ജപിച്ച് അല്ലെങ്കിൽ വിഷ്ണുവിന് പൂജ ചെയ്ത് അങ്ങനെ വിഷ്ണുവിന് പൂജ ചെയ്ത് അതിൽ പുരുഷസൂക്തം തൊട്ട് ജപിക്കണം. 108 പ്രാവശ്യം ജപിക്കാനാ പറഞ്ഞത്. ഉം, ഇത് ഉം. ജപിച്ച് ആ നെയ്യ് ഗർഭിണിക്ക് കുറേശ്ശെ കൊടുത്താൽ മതി. ആ, ഒന്നിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ചെയ്താൽ ആൺകുട്ടിയാവുന്ന കാര്യം അനുഭവത്തിൽ ഒഴിച്ചത് പറയാൻ പറ്റും. അത് ശരി. അത് വെണ്ണയാണ് പുരട്ടേണ്ടത് അല്ലേ? വെണ്ണയല്ലേ? ശുദ്ധമായ വെണ്ണ, ശുദ്ധം. നവനീതമാണ്. ഉം. അന്നുണ്ടാക്കിയ വേണം. ആ, ഹോ ഹോ. നവനീതം വേണം. വാങ്ങി നൽകേണ്ട പറ്റില്ല കേട്ടോ. നവനീതം വേണം. നവനീതം എന്ന് പറഞ്ഞാൽ നവനീത കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അതാതു ദിവസത്തെ പുതിയ പുതിയ വെണ്ണ കഴിക്കുന്നതാണ്. നവീന ഈ പുതിയ വെണ്ണ ബുദ്ധി ഉണ്ടാക്കുന്നു. ആ, ആ. ഓക്കെ, നമസ്തേ. മരുന്ന് ഒഴിഞ്ഞ് പറഞ്ഞ 2-3 തുള്ളി ഒഴിച്ചാൽ മതി മൂക്കിൽ കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ് ഒന്നിടവിട്ട ആഴ്ചകളിൽ ക്ലാസ് ഉള്ളൂ. അടുത്ത ആഴ്ച ഉണ്ടാവും, പിറ്റത്തെ ആഴ്ച കേട്ടോ. അപ്പം എല്ലാം നന്നായി പഠിക്കുക. എല്ലാവരും പുരോഹിതന്മാരായിട്ട് മാറണം. ശരി, എല്ലാവരുടെ വിധിയമായ നമസ്കാരം. നാം ജപിച്ച് അവസാനിപ്പിക്കാം. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ത സദാശിവരുദ്രോ ദേവത. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ത സദാശിവരുദ്രോ ദേവത. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ടമഹാകായ സൂര്യകോടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരും നിവർന്നിരിക്കുക. ഈ അധ്യയനം നമുക്ക് നമ്മുടെ കുടുംബത്തിനും മുഴുവൻ ഹിന്ദു സമൂഹം ഉപയോഗപ്രദമായിട്ടെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എൻ്റെ വീരമായ നമസ്കാരം.